اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഈ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ നമുക്കെല്ലാം നീ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണം റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലും ശഫാഅത്തിലും ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാമത്തെ മിലാദുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും വ്യത്യസ്തമായ പ്രോഗ്രാമാണ് നിരന്തരമായി നടന്നുകൊണ്ടുള്ളൂ. ഒരു തിങ്കൾ 2 തിങ്ങൾക്ക് മുമ്പേ വിപുലമായ വേറെ വേറെ രൂപത്തിലുള്ള അഭിയാനങ്ങളെല്ലാം നടത്തിക്കൊണ്ടുള്ള അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ പള്ളി എല്ലാ വർഷവും റബീഉൽ അവ്വൽ തിങ്കളുടെ സുബൈക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറച്ച് മദഹാണ് ചൊല്ലുകൊണ്ടിരുന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഇൻഷാ അല്ലാഹ് ഈ വർഷം ഒരൽപ്പം വിഷയങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടത് ചൊല്ലുവാൻ ഉദ്ദേശിക്കുന്നു. ലോകത്ത് ഒരാൾ എത്ര ആയുസ് കൊടുത്തെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയങ്ങൾ ചൊന്നു തീർക്കുക സാധ്യമേ അല്ല. ഓരോരുത്തരുടെ അധ്യയന പ്രകാരമാണ് പോലെയാണ് അതുള്ളത്. എത്രയും പഠിക്കാം, എത്രയും പ്രവിശാലമായ അധ്യായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രമാണ്. ഒരു കിതാബ് നോക്കി, ആ കിതാബിന്റെ പേര് മുഅ്ജമു മാ ഉല്ലിഫ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ಬಗ್ಗೆ മാത്രം ഉണ്ടാക്കിയ കിതാബുകളെ പറ്റിയുള്ള കിതാബ്. അതൊരു 400 ചില്ലറ പേജും. അതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ಬಗ್ಗೆ ലോകത്ത് ഏതെല്ലാം വിഷയത്തിൽ എന്തെല്ലാം കിതാബുകൾ ഉണ്ടായിട്ടുള്ളത് മാത്രം രചിച്ചിരിക്കുന്ന കിതാബ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കിയാൽ പിന്നെ അയാൾ ചൊല്ലും, ഇത് ഉണ്ടാക്കിയാൽ പിന്നെ എൻ്റെ ഗമനത്തിൽ വേറെ കുറെ കിതാബ് അങ്ങനെ കൂട്ടുകയില്ല. അങ്ങനെ ആ കിതാബുകളുടെ കൂട്ടറിൽ അതൊക്കെ എത്രമാ കിതാബ് എത്തണോ എതിർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ വിശദീകരിക്കലല്ല, എന്തെല്ലാം ടൈപ്പിലെ കിതാബ് ഉണ്ടാക്കിയാൽ ചെന്നോ. ചില ആൾമാർ ചെന്നാൽ ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ മാത്രം ഉണ്ടാക്കപ്പെട്ട കിതാബുകൾ ഓർമ്മത്തെ കൂട്ടിയെങ്കിൽ അത് ഈ ജഗത്തൊരു ഏറ്റവും വലിയ ലൈബ്രറി ആവും. ഇതിന് വെറുതെ ചെല്ലുന്നതല്ല, ഓരോരുത്തന്നെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അതിനെ ಬಗ್ಗೆ മനസ്സിലാക്കുക സാധ്യമാവും. അലിമഹുമൻ അലിമ ജഹിലഹുമൻ ജഹിലൻ ചെന്നവർ ഗൊന്തുള്ളാൽമാർ ഗൊന്താവും, അല്ലാത്തവരും ചിലപ്പോൾ കൊടുത്താവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ 5 മിനിറ്റ് ചെല്ലിട്ടാകുമ്പോൾ നല്ല മാറ്റർ ചിലപ്പോൾ തീരും. അതങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ഒരാൾ പഠിക്കാൻ ചോദിച്ചെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ സന്തോഷമാണ്. അത്രയും വിഷയങ്ങളുണ്ട്. അപ്പൊ ഈ സദസ്സിലൂടെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് ഉണ്ടാക്കുക ശ്രമമാണ്. അപ്പൊ ജന്മ സ്വലാത്ത് നബി തങ്ങളുടെ പേരുള്ള പറയുമ്പോ സ്വലാത്ത് ചെല്ല ധാരാളം. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ പ്രത്യേകതകൾ ചൊന്നിട്ട് അങ്ങനെ ചില ശാഖയുണ്ട്. ജ്ഞാന ശാഖ ഖസായിസ് ചൊല്ലി. ഖസായിസ് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷത്തെ മാത്രം വിശദീകരിക്കുന്ന കിതാബ്. ആ വിശേഷത്തെ നബി തങ്ങൾക്ക് 4 ലേറെ മങ്ങിലാവാം. അതൊരു വിശേഷത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ അത് മാത്രം വിശദീകരിക്കുന്ന കിതാബ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖസായിസുൽ ഖുർആൻ അടക്കം ചമ്മ കിതാബ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്ത്, അത്ഭുതങ്ങൾ, ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ വിശദീകരിക്കുന്ന ദലായിലുൻ നുബുവ പോലത്തെ അങ്ങനത്തെ ഒരു ജ്ഞാനശാഖ അത് വേറെ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സീറത്തുൻ നബിയുള്ള അതോ ജനനത്തിന് മുമ്പ് നടന്ന വിഷയങ്ങൾ, അത് അവിടെ തുടങ്ങിയിട്ട് വഫാത്ത് വരെയുള്ള വിശാലമായ പ്രയാണം, അത് ഒരിക്കലും ചൊന്നു തീർക്കാൻ സാധ്യതയില്ല. അത്രയും പ്രവിശാലമാണ് ഐക്യന്റെ സീറത്തുൻ നബിയിൽ. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം വിശദീകരിക്കുന്ന ബാഹ്യവും ആന്തരികവുമായ സൗന്ദര്യങ്ങൾ വിശദീകരിക്കുന്ന ശമാഇലുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ലോകത്തെ ഇമാമിയങ്ങൾ അതിനെ പറ്റി വേറെ വേറെ ജ്ഞാനശാഖയായിട്ട് തിരിച്ചിലാണ്. അപ്പൊ അങ്ങനെ എത്രയും പഠിച്ചെങ്കിൽ തീരാത്തതാണ്. അപ്പൊ ഞങ്ങളുടെ അൽഹംദുലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 1500-ാമത്തെ മീലാദാചരണ ഭാഗമായിട്ട് ഞങ്ങളുടെ പള്ളിയിലും ദർസിലും മദ്രസത്തിലും വേറെ വേറെ
വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ. ഓരോ വർഷവും ഉഷാറാണ്, എല്ലാ വർഷവും ഉഷാറാണ്. ഈ വർഷത്തിന്റെ ചെല്ലണ്ട, എല്ലാവരും ഓരോ ഔട്ടിലും ഓരോ സംസ്ഥലും ഓരോ ഒക്കെ വേറെ വേറെ പ്രോഗ്രാമുകൾ. ഇത് ഇന്ത്യൻ ചൊന്നെങ്കിൽ ഇത് തീരാൻ ചൊല്ല ആൾമാറുള്ള ഇത് കുറച്ച് ആൾമാർ അങ്ങ് ഈ വർഷം അത്ര ഉഷാറിലൊന്നും പ്രസംഗിക്കുന്നു കേട്ടിട്ടില്ല. ക്ലിപ്പുകൾ വന്നോണ്ടിരിക്കുന്നു. ഈ വർഷം ഇല്ല, എന്ത് വന്നില്ല. അപ്പൊ എന്തായാലും അങ്ങ് എത്ര ചെന്നെങ്കും ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കുക, കഴിഞ്ഞ വർഷം എന്തെല്ലാം അഭിയാനാക്കിയത് ഈ വർഷം എന്തില്ല. അതിലെല്ലാം സോപ്പാട്ടിട്ട് ഈ വർഷം ഞങ്ങൾ 30 പ്രോഗ്രാം ആക്കിയ, കഴിഞ്ഞ വർഷം 3 ആക്കിയോ ഈ വർഷം 30 ആക്കിയോണ്ടുള്ളൂ. അത് എന്തെന്ന് ചൊന്നെങ്കിൽ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ഇന്ന് നിസ്കാരത്തിൽ ഓതിയ സൂറത്തുൽ ദുഹ 1-ാമത്തെ ആയത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. സൂറത്തുൽ ദുഹാത്തിൽ ജല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്. അതിൽ പിന്നത്തെ സൂറത്താണ് സൂറത്തുൽ ശറഹ്. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. സൂറത്തുൽ ശറഹ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓതിയ ഒരു സൂറത്താണ്. അലം നശ്റഹ് ലക സദ്റക, നിങ്ങളെ സദറിൽ നിങ്ങളുടെ നെഞ്ഞിലെ നിങ്ങൾക്ക് ഞങ്ങൾ വിശാലമാക്കി തന്നില്ലേ, നെഞ്ഞ് വിശാലമാക്കിയിട്ട് കൽബൊന്ന് വിശാലമാക്കി കൊടുപ്പിച്ചെന്നെങ്കിൽ എല്ലാവരെയും ആ കൽബിൽ ഉൾക്കൊള്ളുകയുള്ളൂ. അത് വലിയൊരു തൗഫീഖാണ്, നസീബാണ്. ചിലന്മാർ കൽബെങ്ങനെ കിടിഞ്ചെന്ന് ഭയങ്കര ഇക്കട്ടി എന്നെങ്കിൽ അവൻ്റെ നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളുകയുള്ളൂ. അങ്ങനെയൊക്കെ ഈ ജൂതന്മാരെല്ലാം അങ്ങനെയാണ്. യഹൂദികൾ ലോകത്ത് അങ്ങ് ഭയങ്കര ഇക്കട്ട് പിടിച്ചെങ്കിലത്തെ കൽബിയുടെ ആൾമാറാണ്. അങ്ങ് ഭയങ്കര പേടി, ദുനിയാവോടൊട്ടി ഭയങ്കര ആശ ഉണ്ട് എനിക്ക്. അങ്ങനെ ചെല്ലാറ് ഞാൻ അള്ളാഹുടെ സ്പെഷ്യൽ ആൾമാറാണ്. അപ്പൊ അള്ളാഹുടെ സ്പെഷ്യൽ ആൾമാരൻ ചെന്നപ്പോ ഖുർആൻ ചൊല്ലുന്നു സൂറത്തുൽ ജുമുഅത്തിൽ ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി ഫതമന്നൗൽ മൗത ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ അള്ളാഹുടെ ആൾ ഒക്കുണ്ടായെങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിക്കണം, ഇപ്പൊ മരിക്കണം. ഞാനിപ്പോൾ അള്ളാഹുടെ ആൾ ഒക്കുണ്ടായെങ്കിൽ നീ വേദിക്കുമ്പോൾ അങ്ങനെ കാണും അള്ളാഹുടെ ആളുണ്ട്. പക്ഷെ അള്ളാഹുടെ ആൾ ഒക്കുണ്ട് ഉറപ്പാവണുണ്ടായി എനിക്ക് ഇപ്പൊ മരിക്കൂ മനസ്സിലായി. ഇപ്പൊ ഞാൻ മരിക്കണം, എന്ത് ബേജാറില്ല. എന്ത് ഞാൻ അള്ളാഹുടെ ആളല്ലേ. മൻ അഹബ്ബ ലിഖാ അല്ലാഹി ഹബ്ബ അല്ലാഹു ലിഖാ. അല്ല ഓരോട് തന്നെ അങ്ങനെ നെഞ്ഞി കൈ വെച്ച് അൽച്ചന പോലുള്ള ഞാൻ അള്ളാഹുടെ ആൾ ഒക്കാൻ ചൊല്ലു. പിന്നത്തെ ചെല്ലണോണ്ടിരിക്കും എൻ്റെ പിടിച്ചിട്ട് സ്റ്റേജിലുള്ള ചെല്ലുക അയാൾ അങ്ങനെ ഇങ്ങനെ ചെന്നിട്ട് ഒരു അരഘണ്ട മതിക്കും വെറുതെ. അത് ഊട്ട വിഷയമാണ്. ഈ മതവും അതും ഇതെല്ലാം കബർ കൊണ്ടുപോയിട്ടുള്ള മാത്രം മണ്ണിന്റെ അടിയിൽ എന്തിനാ അവിടെ പഠിച്ചോണ്ട് പോകുന്നത്. അപ്പൊ ഇവിടെ ഞാൻ അള്ളാഹുടെ ആൾ ഒക്കെ അല്ലേന്ന് തോന്നുന്നു. ഈ സെക്കൻഡിൽ നിനക്ക് ടെസ്റ്റ് ആക്കാം, നല്ല കൽബ് കൈവച്ചിട്ട് കേൾക്കാം. ഇപ്പൊ ഞാൻ മരിച്ചെങ്കിൽ എങ്ങനെ മരണത്തിൽ പിന്നെ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് കബർക്ക് മലക്ക് വേണ്ടി ഇതെല്ലാം ഞാൻ പഠിച്ചില്ല. അങ്ങനെ പഠിച്ചിട്ടിരിക്കുമ്പോ ഇപ്പൊ ഞാൻ മരിക്കോ റെഡിയാ. റെഡി ടൈം നിങ്ങൾ ഔലിയാ അല്ലാഹ്, നിങ്ങൾക്ക് ഇത് പോസ്റ്റർ വേണ്ട, നിങ്ങൾ സ്റ്റേജിൽ പിടിക്കണോണ്ടില്ല, നിങ്ങൾ ഈ അള്ളാഹു ഔലിയാക്കന്മാർ ആടിപ്പിങ്ങൾ ആ ചൊല്ലണോണ്ടില്ല, നിങ്ങൾ അള്ളാഹു വലിയ ഉറപ്പല്ല. കാരണം ഖുർആൻ ചൊല്ലുന്നു യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുടെ ആൾമാർ ഒക്കുണ്ടായി ഫതമന്നൗൽ മൗത്, ഇപ്പൊ മരിക്കരുത് നിങ്ങൾക്ക് ബേജാറായിക്കോതീറാ ഇൻ കുൻതും സാദിഖീൻ. എന്നിട്ട് അതിന്റെ അപ്പുറത്തെ ആയത്തിൽ ഖുർആൻ ചൊല്ലു വലാ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമുൻ ബിസ്സാലിമീൻ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആശ വെക്കാതാവും. മരിക്കണം എന്നുള്ള ആശങ്കയില്ല. ഇത് യഹൂദികളെ ಬಗ್ಗೆ ചൊന്നരെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ ಬಗ್ಗೆ ആൾക്കാരാക്കാം. എന്ത് അങ്ങ് അക്രമികളുണ്ടാ ഖുർആൻ ചൊല്ല് അങ്ങനെ പേരൗലിയാകണ്ടിക്കൂ. പക്ഷെ അങ്ങ് വാലിമീൻ ചൊന്നിട്ട് പരിശുദ്ധ ഖുർആൻ ചൊന്നുണ്ടോ. അപ്പൊ ഞാനത് ഇടക്ക് ചൊന്നത് അങ്ങ് ഭയങ്കര ഇക്കട്ട് പിടിച്ച ആൾമാരാണ്. അങ്ങനെ ധർമ്മത്ത് ആരെയും അങ്ങ് കൂട്ടുള്ള. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം ഏതൊർത്ഥം കടന്നു പോകാം. അതുകൊണ്ടാണ് ലോകത്തിന്റെ 200 കോടിയോളം ആൾമാരുള്ളത്. ജൂതമതത്തിൽ 3 കോടിയോളം ആൾമാർ ഇക്കുവാറാണ് യാറയുന്നെങ്കിൽ എന്റെ പുറത്തൊരു ഒരാളെയും അങ്ങനെ ഉള്ള കടന്നു പറവ് കൂടില്ല. അങ്ങ് ഭയങ്കര ഇക്കട്ട് പിടിച്ച ആൾമാർ, പേടിയ ആൾമാർ, പണ്ടേ കോട്ടയിൽ താമസിക്കണമെങ്കിൽ ആൾമാരാണ്. ഇന്നും ബങ്കറിന്റെ അടിയിൽ താമസിക്കണമെങ്കിൽ മുഖ്യമാരാണ് യഹൂദികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ മദീനത്ത് വന്നപ്പ മദീനത്തെ ആൾമാർ കാത്തോണ്ടിരുന്നാർ എപ്പ പണ്ട്. അപ്പൊ ഞങ്ങൾ ചരിത്രത്തിൽ വായിക്കട ഒരു നാൾ ജൂതനായ ആളാണ് റബിഉൽ അവ്വൽ 12 ചൊന്ന് അവൻ കോട്ടയുടെ മേൽ പത്തിട്ടിരുന്നാണ്ട. അവൻ കോട്ട അണ്ടും കോട്ടയാക്കിയിട്ടേ താമസിച്ചുകൊണ്ടുള്ളു. ഇന്നും ഹൈബർക്ക് പോയത് ഹൈബറിൽ കോട്ടയാണ്. ജൂതന്മാർ കോട്ടയിലുള്ള പേടിച്ച് താമസിക്കണമെങ്കിൽ ആൾമാർ ഇക്കട്ട് അലം നശ്റഹ് ലക സദ്റക. ജൂതന്മാരുടെ കൽബ് ഭയങ്കര ഇക്കട്ടാണ്. പഠിച്ചുകൊണ്ടിട്ട് എപ്പോഴും കേൾക്കണം അല്ലാഹ് നക്ക് പ്രവിശാലമായ നല്ലൊരു കൽബ് നീ തരുന്നു. ഇതാണ് സൂറത്തു ശറഹിൽ അള്ളാഹു മദഹാക്കിക്കൊണ്ടുള്ളത്. ലോകത്തെ ഏറ്റവും ഉന്നതമായ കൽബിടെ ആൾ അറിഞ്ഞിട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും ഉൾക്കൊള്ളൂ സാധ്യം. എങ്ങനത്തെ ശത്രു വന്നിട്ട് മുന്നിൽ വെച്ചെങ്കിലും നക്ക് നിങ്ങൾ മാപ്പ് കണ്ടാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫൗതു നിക്കുന്ന മാ ഉംബിതു അന്ന റസൂലുള്ളാഹി ഔഅദനി
وأنبئت أن رسول الله أوعدني والعفو عند رسول الله مقبول. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊല്ലുകൊണ്ടുള്ള വിജയം കിട്ടിയിരുന്നത് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു അത്രയും വലിയ ശത്രുവാണ്. അത്രയും വലിയ ശത്രുവിനെ എന്നെ നോക്കി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടവിടെ കൊല്ലുകൊണ്ട് പാസ്സാക്കി. അങ്ങനെ കുറച്ച് ആൾമാർ മാത്രം പാസ്സാക്കി അതിൽപ്പെട്ട ആളാണ് ഈ കഅബ് ഇബ്നു സുഹൈർ. വാനത്ത് സ്വാഗത്തുള്ള വൈത്ത് പാടിയാണ്. അങ്ങനെ അയാൾ പേടിയായി, ഇനി കണ്ടവിടെ കൊല്ലുള്ളല്ലേ. അങ്ങനെ അയാളെ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടോ ഇങ്ങനെ വെച്ചിട്ട് കേൾക്കേ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എല്ലാവരും മാഫ് കൊടുക്കാറാ. ഞാൻ എല്ലാവരും മാഫ് കൊടുക്കും. കഅബ് ഇബ്നു സുഹൈർ ഒരാളുണ്ടല്ലേ കണ്ടവിടെ അയാൾ മാഫ് കൊടുക്കടാ. അയാൾ എന്നാ മാഫ് കൊടുക്കില്ല. അന കഅബ് ഇബ്നു സുഹൈർ നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ഇബ്നു സുഹൈർ ചൊന്നത് നാണ് എന്നിട്ട് സയ്യിദന കഅബ് റളിയല്ലാഹു അൻഹു ചെന്ന ഉടനെ ആ സദസ്സിൽ നിന്നിട്ട് 67 വൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്ഹ് ചെന്നിട്ട് പാടും. ഭയങ്കരമായ മദ്ഹാണ്. ഉടിപ്പനങ്ങ ഇത് ചെറിയൊരു മദ്ഹ് ചൊല്ലുന്ന പ്രേരണ അതുക്കുള്ള തെളിവെന്തരികെട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു മദ്ഹ് ചെല്ലല്ലേ ആ മദ്ഹാണ് അതുക്കുള്ള പ്രേരണ. അപ്പോൾ നെഞ്ഞി ഖൽബ് നല്ല വിശാല വേണു. ഹജ്ജ് സമയത്ത് നക്കുറ മെസ്സേജ് ആക്കി എന്തിനു ചെന്നെങ്കിൽ നിങ്ങൾ മാഫാക്കണം. ഞാൻ എന്തെങ്കിലും മാഫാക്കണം അല്ല നിങ്ങൾ ചൊന്ന പറഞ്ഞിരുന്നത് നോക്കുമ്പോൾ ഹജ്ജ് ചെയ്തെടുക്കാണ്ടേ ഹജ്ജിന്റെ ഗ്രൂപ്പിലുണ്ട് എന്തി പറഞ്ഞത് നക്കൊന്നില്ല നാളെ അങ്ങനത്തെ എന്തിനാക്കിയത് ഇന്നത് വിഷയതല്ല ഞാൻ ചൊന്നത് നക്ക് നിങ്ങൾക്ക് ഞാൻ ചെമ്മ പറഞ്ഞത് എന്തെല്ലാം വിഷയത്ത് അത് ಗೊತ್ತಿಲ್ಲ എന്ന് പറഞ്ഞത് നിങ്ങൾ മാഫാക്കണം. അപ്പം ഞാൻ ചെന്ന് മാഫു ചെന്നതുക്കും മാഫു ചെല്ല ഉള്ളതുക്കും മാഫ് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കണം. എപ്പിസ്ഥാൻ മാഫ് കൊടുക്കണം അങ്ങനെ ഉള്ള ഇത്തരത്തിലുള്ള ചെന്നതുക്കും മാഫ് ഇനി എന്തെല്ലാം ചെല്ല അതൊക്കെല്ലാം മാഫ് തലവെച്ചമേ ഇല്ലല്ലോ ഭാര ഇല്ലപ്പ. അപ്പം അങ്ങനെ അപ്പം എന്തി പറഞ്ഞിട്ടേ കൊന്നില്ല. ചിലപ്പോൾ ഹജ്ജിന്റെ ടൈമിൽ എന്തെല്ലാം മസാല ചെന്നോണ്ടിരുന്നത് ഓരോരുത്തരും. അപ്പം ഞാൻ അതിനെ പറ്റി എഴുതിയിട്ട് ക്ലാസ് എടുത്തിട്ടിരുന്നത് ഇങ്ങനെ ചൊല്ലോ തീരാണ് തന്നെ ചൊല്ലോ തീരാ എന്തെല്ലാം മസാല ചൊന്നട്ടം തിരിച്ചിടാണ്. അപ്പം അതിൽ അർത്ഥത്തിൽ പറഞ്ഞിരുമാന്ത കൊന്നില്ല ഇക്കട്ട് അവിടെ ഞാൻ നക്കി ആയത്തോത് അലം നശ്റഹ് ലക സദ്റക നിങ്ങളെ കൽബൊന്ന് ഇനി ഞാൻ പറയും. നിങ്ങളെ അയാളെ നമ്പർ കണ്ടുപിടിച്ചിട്ട് അയാളെ ഫോൺ ആക്കിയിട്ട് അയാളെ അഡ്രസ്സ് പോയിട്ട് അയാൾ പിന്നെ നാൾ പറയാം. അപ്പം മനസ്സ് കുറച്ച് വിശാലമാകും. അപ്പം അതിനർത്ഥം എന്താ ചോദിച്ചാൽ എൻ്റെ കൽബ് ഭയങ്കര ഇക്കട്ട്. മഴക്കാലത്ത് ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഗ്ലാസ് ഡോർ ചില തഗ്ഗിട്ടു. അപ്പോൾ എതിരിൽ ഓവർടേക്ക് ആക്കിയിട്ട് ഓർത്ത പോയിട്ടാകുമ്പോൾ ചേർ പാരി പുൽകെല്ലാം പാരിട്ടാകുമ്പോൾ ഇനി എന്തിനാക്കി ഞങ്ങൾ ഒട്ടിങ്ങി ചെന്നാൽ പോയി സ്പീഡ് ചവിട്ട് പോകും. എന്ത് ചെയ്യാൻ ചവിട്ടിയിട്ട് അവന് ചേർ പാറോട്ടണം അല്ലെങ്കിൽ അവന് നാൾ പറയണം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ സമാധാനമാവും. അപ്പം ഞാൻ ചെന്ന് ഇത് മഴക്കാല ഞങ്ങമേ ഡോർ ഇട്ടിട്ട് പോണിത് തപ്പ് ഞങ്ങളുടെ. ഇപ്പം ഇനി അവന് പോയിട്ട് പറഞ്ഞിട്ടാകുമ്പോൾ ഇതിൽ എന്ത് ലാഭം കിട്ടുമോ എന്ത് ലാഭം കിട്ടും. അവിടെയാണ് എപ്പോൾ ഈ സൂറത്ത് ഓതിയോട് അലം നശ്റഹ് ലക സദ്റക ഇതൊരു ഇടക്ക് വെച്ച് ചൊല്ലാൻ ഉദ്ദേശിച്ചതല്ല. ഈ പാഠം ഈ ആയത്തെ എപ്പം നമ്മൾ ഓതിയോട് സുബൈക്ക് വെച്ചിട്ട് ഒരു 7 വട്ടം ഇങ്ങനെ കൈ വെച്ചിട്ട് ഓതാം. ഇടത്തെ ഭാഗത്തല്ല കൽബുള്ള നെഞ്ഞ് ഇങ്ങനെ കൈ വെച്ചിട്ട് അലം നശ്റഹ് ലക സദ്റക സുബൈക്ക് ഒരു 7 വട്ടം അസർക്ക് ഒരു 7 വട്ടം ഓതാം. ഏത് ആയത്തിലും ഹദീസിലും ഉണ്ടെന്ന് കൊന്നില്ല. എന്നാലും ഈ സൂറത്തിൽ വിശേഷമാണ് അലം നശ്റഹ് ലക സദ്റക നിങ്ങൾ നെഞ്ഞി ഞങ്ങ വിശാലാക്കില്ല നബി ആരെയും അതിൽ ഉൾക്കൊള്ളൂ സാധ്യ. ലോകത്തെ ഏറ്റവും പ്രവിശാലമായ ജാഗ ഏതെന്ന് കേട്ട കൂടെ ഇത് 5 സെൻസ് എന്തോ അല്ല 5 ഏക്കർ അല്ല 50 ഏക്കർ അല്ല എത്ര ചൊല്ലു സാധ്യം. ഞങ്ങൾ ചിലപ്പോൾ 1.5 സെൻസ് ജാഗയിൽ താമസിക്കുന്ന ആൾമാരായിട്ടിരിക്കും അക വെച്ചിട്ട്. അതേ സമയത്ത് ആ ഔത്തര ഉൾകൊള്ളെങ്കെത്ത മനുഷ്യന്മാരെ കൽബ് 1.5 സെൻസ് ആവുതീറ ಅದಕ್ಕೆ എത്ര കണക്കിക്കോതീറ. കാരണം അത്രയും വെല്ലുണ്ട് ഈ കൽബിന് ചൊല്ലുന്നത്. കാണുന്നത് ചെറിയ സാധനമായെങ്കിലും അത് വിശാലമാണ്. ഞങ്ങൾ ഈ ചിക്കമംഗളൂർ വേണമെങ്കിൽ അത് ഉൾക്കൊള്ളു സാധ്യമാണ്. ഈ ചിക്കമംഗളൂർ വേണ മക്ക മദീനത്ത് പോയാൽ മാറും. മക്ക മദീന ആ സെക്കൻഡിൽ കൽബുള്ളത് പണ്ട്. അമേരിക്കത്ത് പോയാൽ ഇന്നാണ്ടായി അമേരിക്ക ഉണ്ട് കൽബുൾ പണ്ട്. ദുബായ് പണ്ട് ഒമാൻ പണ്ട് സൗദി പണ്ട് ഏതെല്ലാം രായത്തിൽ നിങ്ങൾ പോയാൽ ഈ സെക്കൻഡിൽ തെച്ചിട്ടൊന്ന് ചിന്തിക്കുള്ള അതെല്ലാം രായ നിങ്ങളെ കൽബുകൾ വന്നിട്ടേക്ക്. ഇത്രയും വിശാലമായ കൽബിടെ എന്ത് ഇക്കട്ടാക്കുന്നുണ്ടാ ഞാൻ കേട്ടുള്ളൂ. അലം നശ്റഹ് ലക സദ്റക നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൽബിടെ നിങ്ങൾ വിശാലമാക്കിയില്ല എന്നുള്ള ഈ ആയത്ത്. അപ്പോൾ ഇവിടെ അപ്പുറം ചൊന്നുകൊണ്ടുള്ള ഇതൊരു നബി തങ്ങളെ മദ്ഹാണ്. നിങ്ങൾക്ക് കേൾക്കൊണ്ടോണ്ടില്ല കേക്കിടാട്ടി മുന്നലേ ഞങ്ങൾ വിശാലാക്കിയില്ലേ. മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെയല്ല. മൂസാ നബി അലൈഹി സ്വലാം വലിയ ആളാണ്. പക്ഷേ ഹൃദയം വിശാലാക്കും. അപ്പുറം ദ്വാർക്കുണായി വന്ന് കേൾക്കുണായി വന്ന് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി ദ്വാർക അല്ലാഹ് വയളീഖു സദ്രി വയന്തലിഖു ലിസാനി വലാ യന്തലിഖു ലിസാനി. നക്ക് ഫിറൗന്റെ മുട്ട പോണോ ನನ್ನ ನೆഞ്ഞು ನಿಕ್ಕತ್ತಾಯ പോലെ ഇത്രയും വലിയ ലോക ധിക്കാരുടെ മുട്ട പോകുമ്പോ മനസ്സിൽ വലിയൊരു ഹിമ്മത്ത് വേണോ താക്കത്ത് വേണോ മനസ്സൊന്ന് വിശാലാക്കി തരണോണ്ട് അപ്പുറം കേട്ടോണ്ടോ റബ്ബി ഇശ്റഹ് ലി സദ്രി നന്റെ നെഞ്ഞി നീ ഒന്ന് വിശാലാക്കും. ഈ ദുആയും എപ്പോഴും നടത്തണം. റബ്ബി ഇശ്റഹ് ലി സദ്രി യാര ദുആക്ക് അതിൽ അക്കരം റബ്ബി ഇശ്റഹ് ലി സദ്രി
നിന്റെ കൽബ് നിന്റെ നെഞ്ഞൊന്നും നീ വിശാലമാക്കി തരണോ എന്ന് അത് വലിയ ഖുശിയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ദ്വാർന്നിട്ടാണ് കൽബ് വിശാലാക്കല്. ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദ്വാരക്കട ആവശ്യമേ വന്നില്ല. അപ്പുറത്തുണ്ട് അലം നശ്റഹ് ലക സദ്റക, നിങ്ങളെ നെഞ്ഞിൽ നിങ്ങൾക്ക് ഞങ്ങൾ വിശാലാക്കി തന്നില്ലേ എന്റെ ഖുർആൻ കേട്ടുള്ളൂ. അപ്പൊ അവിടെ ആ സൂറത്തിൽ ഒരു ആയത്തുണ്ട്, വറഫഅനാ ലക ദിക്റക വറഫഅനാ ലക ദിക്റക. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നെഞ്ഞിലെ വറഫഅനാ ലക ദിക്റക, നിങ്ങളെ സ്മരണയുടെ നിങ്ങൾക്ക് ഞങ്ങൾ ഉയർത്തിയാൽ. അതാണ് തോന്നുന്നത്. എല്ലാ വർഷത്താട്ടി ആറാണ് അടുത്ത വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ഞങ്ങൾ ചൊല്ലുന്നത്. കഴിഞ്ഞ വർഷത്താട്ടി ഉഷാറിൽ ഈ വർഷം നടത്തിക്കൊണ്ടുള്ള എന്തെങ്കിലും കേട്ടെ ആറ് എതിർത്തെങ്ങും ഈ ഒരു വിഷയത്തെ ഇല്ലാണ്ടാക്കോ സാധ്യയില്ല. എന്തുകൊണ്ട്? ഖുർആനെ ചൊല്ലും വറഫഅനാ ലക ദിക്റക, നിങ്ങളെ സ്മരണയുടെ ഞങ്ങൾ ഉയർത്തിയാണ്. ആര് എന്തിനാക്കിയെങ്കിലും അതിനെ തകർക്കുക സാധ്യമേ അല്ല. അവിടെയാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുയുടെ തഫ്സീറുൽ ഫഖ്റുർ റാസി മഫാത്തിഹുൽ ഗൈബ്, അതിൽ സൂറത്തു ശറഹ് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ തഫ്സീർ ഏതെന്ന് കേട്ടെങ്കിൽ ഖുർആൻ ഈ തഫ്സീറാണ്, തഫ്സീറുൽ റാസി ഇഞ്ചുള്ളത്. അപ്പൊ ഇതിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ചൊന്ന വറഫഅനാ ലക ദിക്റക അതിനെ വിശദീകരിക്കുന്നത് എന്താണ്? സ്മരണയുടെ ഉയർത്തിരാൻ ചൊന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്തിനുണ്ട്? ഫൽ ഖുർആഉ യഹ്ഫദൂന അൽഫാ മൻസൂരി. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ നിങ്ങൾക്ക് ഇറക്കപ്പെട്ടെങ്കിലത്തെ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആന്റെ നല്ല മനപ്പാടമാക്കണമെങ്കിൽ ആൾമാർ ലോകമെമ്പാടുമുള്ള 1400 വർഷത്തിന് മുന്നേ ഇറക്കിയെങ്കിലത്തെ ഖുർആന്റെ ഇന്നും ആൾമാർ മനപ്പാടാക്കിക്കൊണ്ടുള്ളതാണ്. ഈ ഖുർആൻ ആർക്ക് ഇറക്കിടേണ്ടിയിട്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ നീങ്ങ ചൊന്നെങ്കിലത്തെ ഖുർആന്റെ ലോകമെമ്പാടും വിശദീകരിക്കാറ്, അല്ലെങ്കിൽ നീങ്ങ ചൊന്നെങ്കിലത്തെ പലക്കത്തെ ലോകത്ത് മനപ്പാടാക്കോ ആൾമാറുള്ള ആള് ഒന്നും ഖുർആൻ മനപ്പാടാക്കാറ്. അത് ഇന്ന് അന്ത്യനാൾ വരെ മനപ്പാടാക്കിയോണ്ടുള്ള ഖുർആൻ ലോകത്ത് നഷ്ടപ്പെട്ടു പോയെങ്കിലും മുസ്ഹഫ് അല്ലാതും കത്വാട്ടി ആരംഭിക്കും ലോകത്ത്. പക്ഷെ ഖുർആൻ ഒരു തകരാറില്ല. എന്റെ കോടിക്കണക്കിൽ ആൾമാരെ മനസ്സിലുണ്ട് എന്തിലുണ്ട് ഖുർആൻ. ചെറിയ ചെറിയ മക്ക ഖുർആൻ പഠിച്ചിട്ടുള്ള ആള്, ഗസത്തിൽ ആയിരക്കണക്കിൽ മക്ക വെച്ചുകൊണ്ടുള്ള ആളല്ലേ. അങ്ങനെ മനസ്സിലുണ്ട് എന്തിലുണ്ട് കേട്ടൻ ഖുർആനോ ഒന്നത് ഖുർആൻ മനപ്പാടാക്കാറ്. ഇനി ഹദീസ് മനപ്പാടാക്കാറെന്നല്ല, ലോകത്ത് 10 ലക്ഷത്തിലേറെ ഹദീസ് മനപ്പാടാക്കിയ ഇമാമിയങ്ങൾ ഇന്ന് ആളുകൾ. അങ്ങനെ സറേന്ദ്രൻ ചൊന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പലക്കത്തെ മനപ്പാടാക്കും. വൽ മുഫസ്സിറൂന യുഫസ്സിറൂന മആനി ഖുർആനി, നിങ്ങളെ ഖുർആന്റെ ആശയങ്ങൾ ഖുർആൻ വ്യാഖ്യാനാക്കണമെങ്കിൽ ആൾമാർ വ്യാഖ്യാനാക്കി കൊടുത്തുകൊണ്ടുള്ള എല്ലാവരും ചെന്ന് കൊടുത്തുകൊണ്ടുള്ള തഫ്സീർ വിശദീകരിക്കാറ്, ഖുർആൻ ഓതാറ്, അതിൽ അർത്ഥം വെച്ചിട്ട് ആശയം ചെന്ന് കൊടുത്തുകൊണ്ടുള്ളാറ്. വാഴ് ചെല്ലെങ്കിൽ ആൾമാർ അങ്ങ് എത്തുവാട്ടി കൊടുക്കുന്നത് നിങ്ങളെ വാഴാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളത് സ്വന്തം എന്തുണ്ട്, എത്ര വലിയ വാഴ ചെല്ലട്ട്, എത്ര നാല് വാഴ ചെല്ലട്ട് അങ്ങ് ചെല്ലുമ്പോ അങ്ങനെ സ്വന്തം ചെല്ലുകാർക്ക് ആരാക്കാറ്. നിന്റെ സ്വന്തം ഇവിടെ വേണ്ട. ഖാല റസൂലുള്ളാഹി നീ ചെല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചൊന്നത് നിന്റെ നബി സല്ലല്ലാഹു അലൈഹി, അങ്ങനെ ചെല്ലുമ്പോ ഉൾക്കൊള്ളുകയുള്ളൂ, സ്വന്തം ചെല്ലുകാർക്കും വേണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഴാണ് അങ്ങ് ചൊന്നു കൊടുത്തുകൊണ്ടുള്ളേ. ഇനി വേണ്ട. ബലിൽ ഉലമാ വസ്സലാത്തീനു യസിലൂന ഇലാ ഖിദ്മതി, പണ്ഡിതന്മാർ എങ്ങനത്തെ പണ്ഡിതന്മാരാണ് മദീനത്ത് വേണ്ടേ. അതുപോലെ വസ്സലാത്തീൻ ലോകത്തുള്ള രാജാക്കന്മാർ യസിലൂന ഇലാ ഖിദ്മതിക, നിങ്ങളെ ഖിദ്മത്താക്കോ അങ്ങ് വന്നുകൊണ്ടുള്ളാറ്. എവിടെ പോയില്ലെങ്കിലും അങ്ങ് മദീനത്ത് വണ്ടാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ വണ്ടാറ്. അത് ഹയാത്ത് കാലത്തും വണ്ടാറ്, വഫാത്തിൽ പിന്നെയും വണ്ടാറ്, ഇന്നും വന്നുകൊണ്ടുള്ളാറ്. സാമാന്യ ആൾമാരും വണ്ടാറ്, വലിയ വലിയ രാജാക്കന്മാർ, അതുപോലെ ഉലമാ. കാരണം ഇതിനാട്ടി വലിയൊരു ആലിമില്ല, ഇതിനാട്ടി വലിയൊരു രാജാവില്ല. അതുകൊണ്ട് നിങ്ങളെ സന്നിധാനത്ത് വണ്ടാറ്. നിങ്ങളെ ഹുജ്റത്തു ശരീഫ റൂമടെ മുട്ട നിന്നിട്ട് നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. ഇനി അനക്ക് വരവായില്ലെങ്കിൽ പോണ്ടെങ്കിൽ താൽമാറൊട്ടി സലാം ചൊന്ന് കടത്തറാറ്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ബർക്കത്തെടുക്കണേന്ന് ചൊല്ലേ. ഈ വിശദീകരിക്കുന്നത് ആര് കൊണ്ടുണ്ട്? ഇമാം റാസി റളിയല്ലാഹു അൻഹു ചെന്നെങ്കിൽ ഈ തഫ്സീറിന്റെ വകെ പിന്നെ ആര് കൊണ്ടുപോയി? അത്രയും വലിയ ആളാണ് ആ മഹാൻ ചൊല്ല. വയംസഹൂന വുജൂഹഹും, അങ്ങളെ മുഖത്തകം വന്നിട്ട് തടകിടാറ് ബിതുറാബി റൗളതി, നിങ്ങളെ റൗളത്തെ മണ്ണുണ്ടല്ലേ, ആ മണ്ണക്ക് മണ്ണായിട്ട് കാണ്ടില്ലേ, അത് ഏറ്റവും വലിയ അമൃതമായിട്ട് അങ്ങ് കണ്ടാറ്. അവിടെ മണ്ണിണ്ടായെങ്കിൽ ആ മണ്ണ് മുഖത്ത് അങ്ങ് തടകിടാറ്. ഇതാണ് വറഫഅനാ ലക ദിക്റക അർത്ഥം. ഇത് നിങ്ങളെ ഹയാത്ത് കാലത്ത് മാത്രം അണ്ടങ്ങ് തീന്നു പോയിട്ടില്ലേ. 2 ടൈപ്പടെ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ആൾമാരുള്ള, അതിപ്പോ നമുക്ക് ചെല്ലൂ ടൈമില്ല, അങ്ങോട്ട് ചെല്ലാം. 2 ടൈപ്പടെ ഇസ്ലാമുണ്ട്. ഒരു ഇസ്ലാം ഏതെന്ന് ചൊന്നെങ്കിൽ അത് ഒണങ്ങിയ ഇസ്ലാമാണ്. 63 വർഷത്തിൽ
ഖുർആൻ തന്നിട്ട് നേരെ പോയി എനിക്ക് പോസ്റ്റ്മാന്റെ സ്ഥാനം മാത്രം കൊടുക്കണം എനിക്ക് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നൊരു ഇസ്ലാം അതല്ല പിന്നൊരു ഇസ്ലാം എന്നല്ല ഒസറുള്ള എനിക്കെത്ത വറത്തിയുള്ള എനിക്കെത്ത ഇസ്ലാമാണ് ഇന്നും തന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തിന്റെ പോലെ സ്നേഹിക്കുന്ന എനിക്കെത്ത ഇസ്ലാം രണ്ട് ടൈപ്പ് ഇസ്ലാം ഉണ്ട് ഈ രണ്ട് ടൈപ്പ് ഇസ്ലാം പഠിച്ചിട്ട് ഏത് ഇസ്ലാമിൽ കൂടെ ഓരോ ആലോചനയ്ക്ക് ഇവിടെ ചൊന്നുകൊണ്ടുള്ള വയംസഹൂന വുജൂഹഹും ബിതുറാബി റൗദതി നിങ്ങൾ റൗദത്തെ മണ്ണ് നിങ്ങളുടെ മുഖത്തെ തടകിക്കൊണ്ടുള്ള വയർജൂന ശഫാഅത നിങ്ങൾ ശഫാഅത്തിന് ആശ വെക്കാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ നിങ്ങൾ റെക്കമെൻഡ് അങ്ക് വേണം നിങ്ങളെ ശിഫാറസ് വേണം കേട്ടുകൊണ്ടുള്ള വേറെ ആരതല്ല നിങ്ങളത് വേണോ അപ്പൊ നിങ്ങളത് വേണുണ്ടായെങ്കിൽ റൗദത്തെ മുട്ട പോയി കേൾക്കിടാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നക്കൊന്ന് നിങ്ങൾ ശഫാഅത്താക്കണോ അപ്പൊ ഈ ഷഫാഅത്ത് കേൾക്കണേന്ന് ചൊല്ലത് അത് ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇസ്ലാമിക എതിരായതല്ല ഷഫാഅത്ത് കേൾക്കണേന്ന് ചൊന്നെങ്കിൽ എന്തിന് ഒന്നുകൂടെ നിന്നിട്ട് കേൾക്കണേ അല്ലെങ്കിൽ റൗദത്തെ മുട്ട പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ടീമുണ്ട് നന്റെ നിങ്ങൊന്ന് ബച്ചാവാക്കണോ നക്ക് നിങ്ങൊന്ന് ഷഫാഅത്ത് തരണോ ഇതെല്ലാം ഇമാമിയങ്ങൾ എഴുതി വെച്ചതാണ് മദീനത്ത് പോയെങ്കിൽ സിയാറത്താക്കടെ ആദാബ് എങ്ങനെയാണെന്ന് ചൊന്നിട്ട് ഇമാമിയങ്ങളെ കിതാബുകളും അവിടെ ചൊല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം ചൊല്ലണു പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം ചൊല്ലണു പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു സലാം ചൊല്ലണു എന്നിട്ട് സൗകര്യം അവിടെ നേരത്തെ നിന്റെ ജാഗ ഉണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലുമ്പോ അവിടെ വന്നിട്ട് നിൽക്കണം നിന്നിട്ട് നേരെ ഖബർ ഷരീഫും മുഖയിട്ടിട്ട് നിൽക്കണം ബാക്കിട്ടിട്ട് നിൽക്കുക മൻസൂർ രാജാവ് ചൊല്ല ആള് മദീനത്ത് മൻസൂർ രാജാവ് ഏറ്റവും വലിയ ആളാണ് അബ്ബാസി ഖലീഫമാരിൽ പ്രധാനിയാണ് ആ രാജാവ് മദീനത്ത് വന്നപ്പോ മാലിക് ഇമാമാണ് അവരുടെ മുദരിസ് ഷാഫി ഇമാമുടെ ഉസ്താദായ ഇമാം അൽ മാലിക് റളിയല്ലാഹു അൻഹു മാലിക് ഇമാമുകാരും തൗഹീദ് പഠി കൊടുക്കണോണ്ടില്ലല്ലേ അങ്ങനെ മുട്ടത്ത് നങ്ങ പഠിക്കും ആ മാലിക് ഇമാമുടെ ഒട്ടിಗೆ ഇയാൾ കേൾക്കരുത് അസ്തഖ്ബിലുൽ ഖിബ്ലത അം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനിപ്പോ ഖിബ്ലത്ത് ഇങ്ങനെ തിരിയണോ അല്ല ഇപ്പറ തിരിയണോ എന്ന് കേൾക്കും എങ്ങനത് ഖിബ്ലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞെങ്കിൽ ഖിബ്ലത്ത് ബാക്ക് ഇട്ട പോലെ ഇനി ഖിബ്ലത്ത് തിരിഞ്ഞെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് ബാക്ക് ഇട്ട പോലെ ഇപ്പൊ നിങ്ങൾ വന്നരം ചെയ്യും വന്നരവിടെ സിയാറത്ത് വന്നര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പൊ നിങ്ങൾ ഖിബ്ലത്ത് തിരിയൂല്ലേ നിങ്ങൾ എന്താക്കണം ചെന്നെങ്കിൽ ബലിസ്തഖ്ബിൽഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിയും കാരണം നിങ്ങളൊട്ടിയെ ഞാൻ മുണ്ടോക്ക് വന്നെങ്കിൽ അവർ തെറ്റി മുണ്ടിയുണ്ടാവും നിങ്ങളൊട്ടിയെ മുണ്ടോ നിങ്ങൾക്ക് മുഖ ഇട്ടിട്ട് മുണ്ടോ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിലുള്ളൂ കാരണം വസീലത്തു അബീക ആദം അലൈഹിസ്സലാം അത് നിങ്ങളെയും നിങ്ങളെ ബാപ്പ ആദം നബി അലൈഹിസ്സലാമിന്റെ മധ്യവർത്തിയാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വർഗത്തെ കടത്തിയപ്പോ അള്ളാഹുവിന്റെ മുട്ട തൗബാക്കുമ്പോ എടൽ വെച്ചെനിക്കെത്ത ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് കാരണം സ്വർഗത്തിലും ഈ നേതാവുടെ പേര് കാണ്ട് ഹൂറുല്ലീന്റെ മുഖത്തിലും കാണ്ട് എന്നെ നോക്കിയെങ്കും മുഹമ്മദ് ചൊല്ല പേര് കാണ്ട് അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാം വിചാരിച്ചിട്ട് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ അല്ലാണ്ട് ഒട്ടിಗೆ ചേർക്കാതെ അതുകൊണ്ട് അല്ലാഹുമ്മ ബിഹുർമത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുഹമ്മദിൻ ചൊല്ല ആളെ മഹത്വം കൊണ്ട് നന്റെ നീ സ്വീകരിക്കണമെന്ന് ആദം നബി അലൈഹി ഇസ്ലാം ചെന്നപ്പോ അള്ളാഹു സ്വീകരിച്ച അന്തല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബികഫാസ വഹുവ അബാക അത് നിങ്ങളെ ബാപ്പയാണ് പക്ഷെ ആ ബാപ്പയെ സ്വീകരിച്ചത് നിങ്ങളെ മധ്യവർത്തിയാക്കിയപ്പോഴാണ് ഇത് മാലിക് ഇമാമാണ് ചൊന്നോട് മൻസൂർ രാജാവാണ് ചൊന്നുകൊടുത്തപ്പോ അയാൾ അതനുസരിച്ചിട്ട് എന്നിട്ട് ചൊല്ലു ലാ അല്ല സൗണ്ട് ജോറായിട്ട് രാജാവല്ലേ ലാ തർഫഅ സൗതക അതൊരു ആലിം ചൊന്നും കേട്ടോണ്ടിരുന്നാറാണ് അങ്ങനെ ഇൽമുള്ള ആൾമാർ അവർ യഥാർത്ഥ വിഷയം ചൊല്ലൊക്കു നക്കത് എന്താ ചെയ്യാനുണ്ടോ അവിടെ പിന്നെ നല്ല വാശി പിടിക്കുക ഇത് എന്റെ ലാഭത്തിന് എന്നെ കൊന്തവണോ മാലിക് ഇമാം ചെന്നപ്പോ പിന്നെ മുണ്ടില്ലേ മൻസൂർ രാജാവ് സൗണ്ട് ഉയർത്തിയപ്പോ ചൊല്ലുന്നു ലാ തർഫഅ സൗതക നിങ്ങളെ സൗണ്ട് ജോറാവോ തീരാ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണ് ഇവിടെ കിടന്നിട്ടുള്ള ആ നേതാവുടെ മുന്നിൽ സൗണ്ട് ഉണ്ടാക്കിയെത്ത ആൾമാരെ എതിർത്തിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്ത് ചൊല്ലുന്ന സൂറത്തും ലാസ്റ്റ് ഭാഗത്ത് നോക്കുന്ന സൂറത്തുൽ ഹുജറാത്ത് അതിൽ എത്ര ആയത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് മാത്രം ചൊല്ലുന്നുള്ളത് കാരണം ഒരു വിഭാഗം ആൾമാർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൂമിന്റെ ബാക്കിൽ നിന്ന് വിളിക്കോ തുടങ്ങിയാൽ ഉൾക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പുർസത്തില്ല പണ്ടവർത്തോള ഇങ്ങനെ ദീൻ പഠിക്കുക വന്നരെ അല്ലെങ്കിൽ ഇസ്ലാമാവുക വന്നരെ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇങ്ങനെ വിളിച്ചപ്പ എന്താണ് ഖുർആൻ ചൊല്ലണേ വേഗം പോയിട്ട് അങ്ങ് ഷഹാദത്ത് കലിമ ചൊന്നു കൊടുക്കണം ഇസ്ലാം ആവട്ടെ അങ്ങനെയല്ല ചൊന്നു കൊടുക്കണേ ഖുർആൻ അങ്ങനെയല്ല ചൊന്നു ഖുർആൻ ആയത്തിറക്കിക്കൊണ്ടുള്ളൂ സൂറത്തുൽ ഹുജറാത്തിന്റെ തുടക്കത്തിലെ ചൊല്ല നബി തങ്ങളാട്ടി നിങ്ങൾ മുന്തണ്ട നബി തങ്ങളാട്ടി ഓവർടേക്ക് നിങ്ങൾ ആവണ്ട അള്ളാഹുനാട്ടി ഓവർടേക്ക് നിങ്ങൾ ആവണ്ട ഇങ്ങനെയല്ല ചൊന്നിട്ടു പിന്നെ പരിശുദ്ധ ഖുർആൻ ചൊല്ലു ലാ തജ്ഹറു നിങ്ങളെ സൗണ്ട് ഉയർത്തുക തീറ അങ്ങനെ സൗണ്ട് ഉയർത്തിയാറുണ്ടായെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി
ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. മദീനത്ത് ഹുജറത്ത് ശരീഫത്തെ മേൽ ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ആയത്തിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നിങ്ങൾ ഒന്നും സൗണ്ട് ഉയർത്തുകയില്ല. മദീനത്തെ പള്ളിയിൽ മൊത്തം ഈ സൂറത്ത് എഴുതി വെച്ചത് സൂറത്തുൽ ഹുജറാത്ത്. അങ്ങനെ ഒരാൾ സൗണ്ട് ഉയർത്തിയാണ്ടായി എന്താ അവിടെ വന്നിട്ടുണ്ട്, അവന്റെ അമൽ പൊളിഞ്ഞു കൊണ്ടു. മദീനത്ത് എന്തെങ്കിലും കൊണ്ട് ഞങ്ങൾ അമൽ ആറാവും സ്വീകരിക്കപ്പെടും. പക്ഷെ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾമാർ പോയപ്പോൾ ഉള്ള അമൽ ബാത്തിലാക്കിയിട്ട് പോകാം. എന്താ ഗൗജി അവിടെ ബൊബെ ഫോട്ടോ എടുക്കട്ടെ ഗൗജി ആ ഹുജറത്ത് ശരീഫത്ത് ബാക്ക് സീറ്റ് ഇട്ടിട്ട് സെൽഫി എടുക്കണം. അവിടെ കൊണ്ടുവരെ അവിടെ സൗണ്ട് ആക്കുള്ളൂ. അപ്പൊ ഇതെല്ലാം മനുഷ്യന്മാർ കൊണ്ടാവില്ല. എന്തി കാണോ ഞാൻ പോണ്ടേ ആ പോയതൊരു നേരെ പൊളിച്ചിട്ട് വേണ്ടേ അതിനായിട്ട് പോണ്ടിക്കല്ലേ ഹുജർ. പിന്നെ പെണ്ണിങ്ങെല്ലാം റൗദത്ത് പോകുമ്പോ ജാഗ്രത പെണ്ണി ഓട്ടർ ഓട്ടം നോക്കും റൗദത്തില്ല. ഇനി അത്ര പറഞ്ഞത്ര റൗദ കിട്ടിയില്ലെങ്കിൽ തോന്നറിയില്ല. എന്ത് ഞാനവിടെ ഈ ഓട്ടത്തിലും ഈ ബൊബലും ബാത്തിലാക്കിയിട്ടുള്ളത് എന്റെ അമലിന്റെ അങ്ങനെ അമൽ ബാത്തിലാക്കും. മദീനത്ത് പോണ ഇത് മനുഷ്യന്മാർ തോന്നുന്നത് അവർക്ക് അർത്ഥമല്ലേ. ഇത് വർഷത്ത് വർക്കല്ല റൗദ കിട്ടും ഇതി ബൊബയിട്ട് സൗണ്ട് ആക്കി പോണ്ടേ. അങ്ങനെ ഒരിക്കലും പാടില്ല. കാരണം ഖുർആന്റെ നഷ്ടാണ്. ഇനി ഇതിനെ പറ്റി ഒരു അപ്പീൽ ഒരാൾ ചൊല്ലുകാവില്ലേ. അള്ളാഹു ചൊന്നത് ഖുർആനിലുണ്ടു. നിങ്ങളെ മുന്നിൽ വന്നിട്ട് സൗണ്ട് ഉണ്ടാക്കിയാറ് നബി അങ്ങനെ അമൽ പൊഞ്ഞുകൊണ്ടു. ഇത് ഹയാത്ത് കാലത്ത് മാത്രമല്ല മാലിക് ഇമാം മൻസൂർ രാജാവ് പരിപാടിയിട്ട് ഖുർആൻ ഇങ്ങനെ ചൊന്നു ഫഇന്ന ഹുർമതഹു മയ്യിതൻ കഹുർമതിഹി അയ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഹയാത്തിക്കുമ്പോ എങ്ങനെ ഗൗരവമുണ്ട് അതേ ഗൗരവം വഫാത്തിൽ പിന്നെ ഉണ്ട്. നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കുക ചെന്നപ്പോ അയാൾ ഇങ്ങനെ എടുത്തുവിട്ട് അയാൾ മെല്ലെ അതവ് പാലിച്ചിട്ട് അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ഭയങ്കര അതവോടെയുള്ളെങ്കിൽ കൗമ അള്ളാഹു മദഹാക്കിയത് അതേ സൂറത്തിൽ. അപ്പൊ ഒരു നേതാവുടെ ഔത്ര 10 വന്നിട്ട് ജോർ വിളിച്ചപ്പ അങ്ങനെ വിളിക്കോ തീരാൻ ചെന്ന അതവ് വഴിപാട്ട് ആയാത്തുകൾ ഇറങ്ങിയോണ്ടുള്ളു. അതേ ഖുർആനിൽ പല വിഷയത്തിൽ ഇപ്പൊ നിസ്കാരം 5 ഉണ്ടാണ്ട് വന്നിട്ട് ഖുർആനിൽ നിങ്ങൾ തേടി കാണാൻ സാധ്യല്ല. 5 ചൊല്ല പദയില്ല. അതുകൊണ്ടാണ് 3 ചൊല്ല ആൾമാരല്ല അവിടെ വന്നത്. അതേ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല ഒരു വ്യക്തിയുടെ മദഹാക്കു എത്ര ആയത്താണ് വിശദീകരിച്ചുകൊണ്ടുള്ളത്. അപ്പൊ ഞാൻ ആ ഭാഗം നീട്ടില്ല ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്തിൽ പോയി എന്താക്കണോ എന്തുണ്ട നേരെ ബാക്ക് വന്നിട്ട് അവിടെ ശഫാഅത്ത് കേൾക്കണു. ഇസ്തശ്ഫിഅ ബിഹി ശഫാഅത്ത് കേൾക്കണു റെക്കമെൻഡ് കേൾക്കണു. ഇമാം റാസി റളിയല്ലാഹു അൻഹു ആണ് പഠിപ്പാട്ടരെ. ഞാൻ ഹജ്ജിന് പോയപ്പോ അവിടെ ഹജ്ജിന്റെ ക്ലാസ് എടുക്കുന്ന ഹജ്ജിന്റെ ക്ലാസ്സിൽ കാര്യമായ വിഷയം ചൊന്നെങ്കിൽ ഇപ്പൊ ഈ കിതാബിൽ ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്ത് കേൾക്കണോ. ഇനി ഹജ്ജിനെ ಬಗ್ಗೆ ലോകത്ത് പരിപാടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിതാബുണ്ട് ഈവാഹ് ചൊല്ല കിതാബ്. ഈവാഹ് നിങ്ങൾ നനക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കൂ. ഈവാഹ് ചൊല്ല കിതാബ് മാത്രം അല്ല ഏതൊരു തട്ടി വേണം പോയി കേൾക്കോ. ഈവാഹ് ചൊല്ല കിതാബ് ആരതും കേൾക്കും. അപ്പൊ അങ്ങനെ ചൊല്ലാറ് ഹിജ്റ 676 വഫാത്തായ ഇമാം നവവി റളിയല്ലാഹുവിന്റെ കിതാബ് ചൊല്ലാറ്. വഫാത്തായിട്ട് 800 വർഷമായി. ശഫാഅത്ത് കേൾക്കുക തീരാ നബി തങ്ങളൊട്ടി കേൾക്കുക തീരാൻ ചൊല്ല ആൾമാർ വന്നിട്ട് പുറത്ത് 206 വർഷമായിരത്തന്നെ. നവീമാം വന്നിട്ട് 800 വർഷം ഉണ്ടായി. ആ നവീമാമയുടെ ഈവാഹ് ചൊല്ല കിതാബാണ് ലോകത്ത് കോടിക്കണക്കിന് ആൾമാർ ഹജ്ജ് റഫറാക്കും. സൗദി അറേബ്യയിൽ അടക്കം ലോകത്തെവിടെയും ഹജ്ജ് റഫറാക്കുന്ന ആ അധികൃത കിതാബ് ഏതെന്ന് കേട്ടെങ്കിൽ നവീമാമയുടെ ഈവാഹ്. ആ ഈവാഹയുടെ ഫസ്റ്റ് ഭാഗം ഹജ്ജിന്റെ ಬಗ್ಗೆ ചൊന്നുണ്ടായെങ്കിൽ രണ്ടാമത്തെ ഭാഗത്തിൽ സിയാറത്തിന്റെ ബഗ്ഗെയാണ് ചൊന്നുകൊണ്ടുള്ളത്. അപ്പൊ ഈ ഭാഗത്തെ എടുക്കാറ് ഇങ്ങ എത്തുമ്പോൾ അവിടെ വെച്ചാറേ അയാൾ ചൊന്നതാവലെ അവിടെ ഹജ്ജിന്റെ ക്ലാസ് എടുത്ത് ചൊല്ലുന്നെങ്കിൽ നിങ്ങൾ ഹജ്ജാക്കറു ഇനത്ത് കല്ലറിയോ അങ്ങനെ നിങ്ങളാക്കറു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ മദീനത്ത് പോയിട്ടുണ്ട് സിയാറത്ത്. അങ്ങനെ പോയെങ്കിൽ അപ്പ ഇസ്ലാം അവിടെ ഭർത്താവോട് ഓടി. ഞാൻ ഒരു പള്ളി നിസ്കാരത്ത് പോയി പിന്നെ അവിടെ പോയതേ ഇല്ല. കാരണം ഈ ഇങ്ങനത്തെ ഓണ്ട വിറകത്ത് പോയി നിസ്കരിക്കുന്ന സംഭവമാണ്. മനസ്സിലൊരു സമാധാനം ഇല്ല. പിന്നെ അവിടെ പോയില്ല. എന്റെ ക്ലാസ് ഇങ്ങനെയാണ്. നിങ്ങൾ ഹജ്ജീതെല്ലാം ആക്കറു പക്ഷെ നിങ്ങൾ അവിടെ പോകുമ്പോൾ തീരാൻ ചെന്നിട്ട് ഇന്റെ തങ്ങളൊരു ഇമാമുണ്ട് അയാളെ കിതാബ് നോക്കിയില്ല സാലിഹുൽ ഫൗസാൻ ചെന്നു അയാൾ ആയത്തുണ്ട് അയാളെ കിതാബ് നോക്കിയിട്ടാണ് വിശദീകരിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ച അയാളെ കിതാബ് അയാൾ ചൊന്നത് ഞാൻ എടുക്കണ അല്ല. ലോകത്തെ കോടിക്കണക്കിന് ആൾമാർ 2 മുതൽ ഇണ്ട് വരെ സ്വീകരിച്ചുകൊണ്ടുള്ള 5 നാൾ വരെ അത് 6 എന്തിനു ചൊന്നെങ്കിൽ ഈ കിതാബിടെ ഇല്ലാണ്ട് അസാധ്യയില്ല. ആ ഇമാം നവവി നിങ്ങൾ എന്താക്കണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്താക്കുമ്പോ അവിടെ പോയിട്ട് ഹുജറത്തുൽ ശരീഫ നബി തങ്ങളെ റൗദത്തെ അവിടെ 2 ബൈത്ത് എഴുതി വെച്ചിട്ട് നബി തങ്ങൾ വിളിച്ച് സഹായം കേൾക്കുന്ന ബൈത്ത്. അത് പണ്ടൊരു അറാബി അയാൾ പാടിയും കേട്ട ബൈത്ത് ഇന്തോടെ എഴുതി വെച്ച് കുറെ മാഞ്ഞിരെങ്കിൽ 1-2 ബൈത്ത് അവിടെ. ആ ബൈത്ത് നബി തങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ പാടണോട്ടാണ് നവീമാം ചെന്നുകൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ അത് സ്വീകരിക്കണം. അവർക്ക് അല്ല ഇന്ത് ഏതോ ഓർത്ത ചെന്നത് സ്വീകരിക്കണം. ഏത് ബുദ്ധിയുള്ളവർ കാഴ്ചന. അപ്പോ നവീമാം അടക്കം അങ്ങനെയാണ് ചൊല്ലുന്നത്. എങ്ങനെ സിയാറത്താക്കളോട് ചെന്ന് എന്നിട്ട് റാസിമാം ചൊല്ലു ഫശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ എന്ന് വിശദീകരിക്കുന്ന എൻ്റെ ഒട്ടിയ പദങ്ങളില്ല. ഫശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ അന്ത്യനാൾ വരെ നിങ്ങളുടെ മഹത്വം ബാക്കിയാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് വറഫഅനാ ലക ദിക്റക എന്നതിന്റെ അർത്ഥം. നിങ്ങളുടെ സ്മരണയുടെ നാം ഉയർത്തിയ. അപ്പൊ അതുകൊണ്ട്
ലോകത്ത് എത്ര വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളെ ഇല്ലാണ്ടാക്കാൻ സാധ്യയില്ല. അപ്പൊ ഞാൻ ചൊന്നത് അങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളെ ഒട്ടിയ ഞങ്ങൾ കാര്യമായും ആ നേതാവുടെ ಬಗ್ಗೆ പഠിക്കുക നോക്കും. വേറെ വേറെ വിഷയങ്ങളെല്ലാം ലോകത്തുണ്ട്, എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. പഠിച്ചില്ലാണ്ട് അതിന് എന്താവുക കൊണ്ടുള്ള ഞങ്ങൾക്കത് അന്തജാവില്ല. എന്ത് ഈ ചൊന്നുകൊണ്ടുള്ളത് അന്നാസു അഅദാഉമാ ജഹീലുൻ ആൾമാർ അനക്ക് ഗൊന്തില്ലാത്തതര ശത്രുക്കളാണ്. ഗൊന്തുള്ളതര ശത്രുക്കൾ ഉണ്ടല്ല, ഗൊന്തില്ലാത്തതര ശത്രുക്കൾ. ഗൊന്തില്ലാത്തതര ಬಗ್ಗೆ അത് നമുക്ക് എത്ര ചൊന്ന അത് ഇത്രയും ഉണ്ടാവും. അതിലൊട്ടിയ മനസ്സ് ഒരു ടേസ്റ്റ് കണ്ടില്ല. നാം മഹബത്തിന്റെ ചെല്ലുവേ, പക്ഷെ ആ മഹബത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടായെങ്കിൽ ആ ആളെ ಬಗ್ಗೆ അങ്ങ് തെച്ചിട്ട് പഠിക്കണം. പഠിച്ചിട്ടാകുമ്പോ ഏതോ ഒരു ഡൽഹിയിലുള്ള എനിക്ക് ഒരാളെ ಬಗ್ಗೆ എത്ര വന്ന് ചെന്ന നക്ക ഒരു വലിയ വിഷയമില്ലേ, പക്ഷെ അവന്റെ ಬಗ್ಗೆ ഞാൻ തെച്ചിട്ട് പഠിച്ച അവന്റെ എല്ലാ ബയോഗ്രഫി പഠിച്ചാണ്ടായെങ്കിൽ നക്കതെല്ലാം കൊണ്ടൊട്ടി മുട്ടാവാണ്ടാവുള്ളൂ. എങ്കിൽ നീ പഠിക്കണായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ಬಗ್ಗೆ മാത്രം ഇമാമിങ്ങൾ പരിപാടി. ആ നേതാവുടെ ಬಗ್ಗೆ മാത്രം പഠിക്കണോ, അല്ലാത്ത ഒരാളെ ಬಗ್ಗೆ നീ പരിപാടണ്ട. മദീനത്ത് പോയെങ്കിൽ ജന്നത്തുൽ ബഖീ ഓപ്പണോ സുബൈക്ക് അസർ. ചില ആൾമാർ മുണ്ടുമ്പെല്ലാം ചെല്ലാറ് 15 നാളോടെ വെച്ചിട്ട് നമുക്ക് ബഖീ പോകും കുർസത്ത് കിട്ടിയില്ല, ജന്നത്തുൽ ബഖീ പോകും കുർസത്ത് കിട്ടിയിട്ടില്ല. അതൊരു താല്പര്യം ഇന്നെങ്കിൽ ഓടുന്നുണ്ടാവും. ചെന്ന് ഇത്ര ഗಂಟೆ തോല അപ്പണക്ക് ബന്ധാവും. അപ്പൊ ഓൻ 15 നാൾ നിന്നിട്ട് എന്താവും ചെന്നെങ്കിൽ ഓൻ ഒന്ന റൂമിടെ വരുമ്പോൾ ലേറ്റാവും. ഇനി ബന്ധായിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ബസ് കാണുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ പോണ്ട വേണ്ടാണ്. ഇത്ര നാൾ അവിടെ നിന്നിട്ട് ജന്നത്തുൽ ബഖീ പോയില്ലേ, ജന്നത്തുൽ ബഖീനക്ക് പോകാനില്ല. ഞാൻ ഇവിടെ മദീനത്തല്ല വന്നത്, ഇവിടെ പോയി സലാമല്ല ചന്ദ്രൻ ചൊന്നെങ്കിൽ അതുകൊണ്ട് ഞാൻ ആക്ഷേപിക്കുകയില്ല. പക്ഷെ അയാൾ ഇതിൽ മഹത്വം നോക്കില്ല. ഈ ബഖീൽ ആരാണുള്ളത്? ബഖീൽ നീണ്ടു നോക്കിയാരെങ്കിൽ അപ്പുറം ഇണ്ട് പോകുമ്പോഴേ അവിടെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബറുണ്ട്. ആ സൈഡില് ജന്നത്തുൽ ബഖീൽ നടുവിൽ അത് വന്നത്. ഇത് സൈഡിಗೆ പോയിട്ട് അങ്ങനെ സൗകര്യമാണ്, എല്ലാരെയും പോയിട്ട് ഉപദ്രവം പാട്ട്. പക്ഷെ അതിലുള്ള ആരാണുള്ളത്? അത് ഞാൻ പഠിച്ചേ. 10,000 സ്വഹാബത്ത് വഫാത്തായി കിടക്കണമെങ്കിൽ ജാഗയാണ് ജന്നത്തുൽ ബഖീ. 10,000 പോട്ട് ഒരു സഹാബി കിട്ടി മേയല്ല. ആ ഒരു സഹാബിയുടെ റോമത്തിന്റെ ലോകമുണ്ട, അത്ര വലിയ പവറുണ്ട്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സഹാബി അല്ല. ഒരാൾ വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ക്വസ്റ്റ്യൻ കേൾക്കിട്, മുആവിയാക മഹത്വം റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹത്വം. ഇയാൾ അമവി ഖലീഫമാരിൽ 8ാമത്തെ ആളാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. സഹാബി അല്ല, പക്ഷെ ലോകത്ത് യാരെ ചൊന്നോണ്ടിക്കടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ಬಗ್ಗೆ അത്രയും നല്ല ആളായാണ്. രണ്ടാം ഉമർ ചുള്ള പേരിൽ അറിയപ്പെടുന്ന ക്വസ്റ്റ്യൻ കേൾക്കുന്ന ആളെ മനസ്സിലുള്ളത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനാണ് പവർ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിന്റെ മറുപടി എന്ത് കൊണ്ടുണ്ട ലഗുബാറുൻ ദഖല ഫീ അംഫി ഫറസി മുആവിയത അഫ്ളലു മിൻ 100 മിസ്ലി ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. നിങ്ങൾ കേട്ടുകൊണ്ടുള്ളത് മുആവിയ റളിയല്ലാഹു അൻഹു കാണോ മഹത്വം അല്ല, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മഹത്വം അല്ല കേൾക്കടേ. എങ്കിൽ ನನ್ನ മറുപടി എന്ത് കൊണ്ടുള്ള മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിയ കുതിരയുടെ മേലിൽ മറുഭൂമിയിൽ സഞ്ചരിക്കുമ്പോ അവിടെ ധൂളിങ്ങനെ പാർ. ആ ധൂളു ഈ കുതിരയുടെ മൂക്കുൾ തെക്കിടല്ലേ, എങ്കിൽ ഈ ധൂളു 100 ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സമല്ല. പിന്നല്ലേ മുആവിയ റളിയല്ലാഹു അൻഹു കുതിര, പിന്നല്ലേ അതിന്റെ മേലിൽ തെച്ചെങ്കിത്ത മുആവിയ റളിയല്ലാഹു അൻഹു. എങ്കിൽ ആ സ്വഹാബിന്റെ മഹത്വത്തിലായിരിക്കും. നബി തങ്ങളൊട്ടിಗೆ പോകുമ്പോ മൂക്കുൾ തെച്ചെങ്കിത്ത ധൂളും ഇപ്പുറത്ത് 100 ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വെച്ച് ഇതിരാട്ടി പവർ അത് കൊണ്ടു. ഒരു സ്വഹാബിയുടെ കുതിരയുടെ ഉൾക്ക തെച്ചെങ്കിത്ത ധൂളിന്റെ വിഷയത്തിൽ കൊണ്ടുള്ളത് ഇത് മനസ്സിലാവുകൊണ്ടാണ് മഹബത്തിന്റെ ആ സ്കെയിലിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഒരു സ്വഹാബിന്റെ മഹത്വം 10,000 സ്വഹാബിമാർ അതിലുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുല കൊടുത്തെങ്കിത്ത പെണ്ണ്. അങ്ങനെ എത്ര റബ്ബി അങ്ങനെ ഇന്ന് ഇന്ദ്രാറുണ്ടായി നിലത്തിൽ നടക്കக்கூடாது മനുഷ്യന്മാർ അങ്ങനെ കുഞ്ഞിൽ വെച്ചു പോകുക. അത്രയും വലിയ പവറുള്ള എങ്കിത്താൾ അങ്ങനെയുള്ള കിടക്കുന്നത് ജന്നത്തുൽ ബഖീലാണ്. ഇനി മദീനത്ത് പോയിട്ട് ഞാൻ ബഖീ പോയില്ല എന്ന് ചൊല്ലുന്നത് നക്ക് നസീബില്ല എന്ന് അതിനർത്ഥം ഒന്നും നക്ക് പഠിക്കുകയില്ല, വിഷയം കൊണ്ടില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. മദീനത്ത് ലാസ്റ്റ് പിന്നൊരുക്ക ജണ്ടൊട്ട മദീനത്ത് പോയാൽ കേട്ടപ്പോ ഞാൻ അതിനെ ಬಗ್ಗೆ എഴുതിയിട്ടില്ല. അപ്പൊ ചെന്നാൽ ഒറുക്ക പോയില്ലല്ലേ ജണ്ടൊട്ടല്ല പോണോണ്ടുണ്ടാ. അപ്പൊ ഇന്ത്യ അങ്ങനെ ഞാൻ ആക്ഷേപിക്കില്ല. എന്റെ ചോദ്യം അവന് അതിനെ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ, അവൻ പഠിച്ചില്ല. ഞാൻ ചെന്ന ജണ്ടോട്ടല്ല 2000 വട്ടല്ല 20,000 വട്ട പോയെങ്കിൽ ഒരു മോമിനായ ആളുകൾ ഉള്ള മനസ്സിലെ താകത്തിരാത്ത ജാഗയാണ് മദീനത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇക്കുമ്പനിക്ക് ഇങ്ങനെ സമാവാ പഠിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ പഠിക്കുമ്പോഴാണ് ഞങ്ങളെ മക്കളും ആ മഹബത്ത് അങ്ങ് പരിപാടി കൊടുക്കുന്നു. ഞങ്ങളെ മക്കളെ 30 പ്രോഗ്രാമുകൾ നസീമുൽ മഹബ്ബ ഞങ്ങളെ ദർശന മക്കളെ 30 പ്രോഗ്രാമുകൾ ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് സ്റ്റുഡൻസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പഠിപ്പാട്ടാണ്. അങ്ങനെ 30 ക്ലാസ് അത് മുഞ്ഞാണ്ട് കഴിട്ട് ഇനിയിപ്പോ നാളെ ശനിയാഴ്ച അതിൽ എക്സാം ആയിട്ട് നല്ല പ്രൈസ് അങ്ങ് കൊടുക്കും.
8 വർഷത്തെ 18 വർഷം ഇടക്കുള്ള ഇങ്ങത്തെ മദ്രസ സ്കൂളിൽ പഠിക്കുന്ന ആണ് പെണ്ണ് മക്കൾക്ക് ഈ മഹബത്ത് പഠിപ്പാട്ടോ പ്രേരണ എന്തിനു കേട്ടെങ്കിൽ അതും ഞാൻ ചെല്ലട്ടെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു നാൾ മൈക്കാലത്ത് മുന്നിൽ ഞാൻ ചെന്നൊരു നനപ്പില്ല. മൈക്കാലത്ത് പോകുമ്പോ കഴിഞ്ഞ നിങ്ങൾ ഒരു ജനാസ തൊട്ടിയെ അനുപ്പോണ്ടേ ഇങ്ങനെ പോകുമ്പോ ജനാസ ബാക്കിൽ വന്നുകൊണ്ടുണ്ടു. ഞങ്ങൾ പള്ളിക്ക് പോയോണ്ടുള്ള പള്ളിയിലെ മുട്ടാകുമ്പോൾ ഞങ്ങളെ എതിരിൽ ജന്മവും മക്ക ഇന്നാർ ചെറിയ മക്ക ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് അത്തരാവും. ടീഷർട്ടെല്ലാം ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ടീഷർട്ടിൽ നല്ല അറിയപ്പെട്ട ഫുട്ബോൾ കളിക്കാരന് പേരുണ്ടോ, പേരിപ്പോൾ ഞാൻ ചെല്ലില്ല, ഇനി പേര് കറക്റ്റ് കണ്ട ഇങ്ങനെ അച്ചായിട്ടുണ്ട്. അങ്ങനെ 2-3 മക്ക ഇങ്ങ് ഭയങ്കര ആവേശത്തിലും ബേജാറിലെല്ലാം മുണ്ടിക്കൊണ്ടുള്ള എന്തേ ഒന്നുമില്ല ഫുട്ബോളിന്റെ വകയാണ് അങ്ങ് മുണ്ട്. അപ്പൊ അന്ത് മുന്നോട്ടുണ്ട എൻ്റെ ഒരു ഫുട്ബോൾ കളിക്കാരൻ ചത്തു പോയിട്ടിരുന്ന സ്പെയിനോ അവന്റെ ಬಗ್ಗೆ ചർച്ച ആക്കൂട. അവൻ ചത്തല്ലേ, അവൻ ചത്തങ്ങ് വിഷയമല്ല. പുറത്ത് ചൊല്ലി അവൻ മങ്ങിലായിട്ട് 13 നാളായാലും പിന്നോർത്തെ ഇല്ല പോണം നാളായിട്ട് അത്രയും പിന്നോർത്തെ അതിലെ തഹ്തീക്ക് സമാക്കല അവൻ 5 നാൾ കറക്റ്റ് 5 നാളായിരം ഞാൻ നോക്കിയത് 5 നാളായിരം. അപ്പൊ ഈ ബേജാറ് എനിക്ക് ആ ഫുട്ബോൾ കളിക്കാരൻ ചത്തിട്ട് എന്താക്കട പെഞ്ഞായി മങ്ങിലായിട്ട് 5 നാളല്ലേ 10 നാളല്ലേ പോണം നാളെ പിന്നെ അവരെ തിരിഞ്ഞ് ഇപ്പുറം നോക്കുമ്പോൾ അങ്ങനെ കണ്ടില്ലേ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ ഈ ചെറിയ മക്കളെ കൽബുകൾ വരെ ഏതോ മൂത്രവീത്തി കൽകാത്തങ്കത്തെ ഈ യൂറോപ്യൻസ് ആയ ഒരു ഫുട്ബോൾ കളിക്കാരന്റെ മനസ്സിൽ വെച്ച് ഞങ്ങളെ മക്ക പൂജാക്കിടാറുണ്ടായെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിരെ ഒരു മുസീബത്ത് നൻകുമ്പോഴും കാരണം നബി തങ്ങൾ ചെന്ന് അല്ലിമു ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പാട്ടി കൊടുക്കണ ഏതോ ഫുട്ബോൾ കളിക്കാരന്റെ പിരിസല്ല, ഏതോ ക്രിക്കറ്റ് കളിക്കാരന്റെ പിരിസല്ല, നിങ്ങൾ പഠിപ്പാട്ടോ ആരെ മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ಅದರ ಬಗ್ಗೆ ಕಿತಾಬೇ ಉಂಟು, ಅಲ್ಲಿಮು ಔಲಾದಕುಂ ಮಹಬ್ಬತ ರಸೂಲಿಲ್ಲಾಹಿ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ മക്കളൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മക്ക ഉണ്ടോ ക്വസ്റ്റ്യൻ കേട്ടെങ്കിൽ നമുക്ക് ആൻസർ ഉണ്ടാകുന്ന ಗೊತ್ತಿಲ್ಲ. പിന്നെ നമുക്ക് കിട്ടില്ല ഞാൻ കേൾക്കട്ടെ ഞങ്ങളൊട്ടി അത് ഇഞ്ഞ പോയാറും മനസ്സില്ല. പക്ഷെ അതിൽ നിന്ന് പ്രേരണയായിട്ടാണ് മക്കൾക്ക് ഞങ്ങൾ പോകുന്ന മഹബത്ത് പഠിപ്പാട്ടിയോ. കാരണം ഞങ്ങളെ മക്കൾക്ക് അതാണ് വൃത്തുവനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് സ്നേഹങ്ങൾ അത് പഠിപ്പാട്ടിറങ്ങിയിട്ട് 100 കണക്കിൽ കിതാബും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. കുറേ വിഷയങ്ങളുണ്ട്, നെക്സ്റ്റ് നമുക്ക് ചെല്ലാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തുള്ള യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, സദസ്സിന്റെ ബർക്കത്തോട് ഞങ്ങളെ നീ ഖബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തുള്ള സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനെ. മരണം വരെ ഇസ്സത്തോടെ ആഫിയത്തോടെ ഈമാനോടെ തഖ്വയോടെ ഞങ്ങളെ നീ ജീവിപ്പിക്കണം റഹ്മാനെ. പരിശുദ്ധ മദീനയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണം റഹ്മാനെ. ജീവിതത്തിൽ പലവട്ടം ഞങ്ങൾക്ക് നീ ആ തൗഫീഖ് നൽകണം റഹ്മാനെ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ ദീനും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരണം റഹ്മാനെ. ഈ സദസ്സിൽ വന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും സന്തോഷവും നൽകണം റഹ്മാനെ. അവരുടെയും നമ്മുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയത്തിന് ഈ സദസ്സ് നീ കാരണമാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ നന്നാക്കണം റഹ്മാനെ. ഖുർറത്തു ഐനായ മക്കളാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ഖൽബൊന്ന് നീ വിശാലമാക്കണം റഹ്മാനെ. വിശാലമായ ഖൽബ് നൽകണം റഹ്മാനെ. ഞങ്ങളെ കൊണ്ട് ധാരാളം ആളുകൾക്ക് ഉപകാരം നൽകണം റഹ്മാനെ. ഒരാൾക്കും ഞങ്ങളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് നീ നൽകല്ലേ റഹ്മാനെ. വഴിതെറ്റിപ്പോയ മുഴുവൻ ആളുകളെ നീ നന്നാക്കി തരണം റഹ്മാനെ. സാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ പെടുത്തണം റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് നമ്മുടെ ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടുള്ള പുഞ്ചിരിച്ചു കൊണ്ടുള്ള നല്ല മരണം നൽകണം റഹ്മാനെ. ഈ സദസ്സ് അതിന് നീ കാരണമാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് കഴുകിക്കളയണം റഹ്മാനെ. آمين برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. آمين برحمتك يا أرحم الراحمين. وبفضلك صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب.